ഹായ് ഹലോ. ഇന്നെങ്ങോട്ടാണെന്നല്ലേ? അമ്മയുടെ വീട്ടിലേക്ക്, അങ്ങ് അങ്കമാലിലേക്കേ. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടാ ബസ് കിട്ടിയത്. ഈ സൂര്യന് ഞങ്ങളോട് എന്തോ ഒരു മുൻജന്മ ശത്രുതയുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ വെയിലില്ലാത്ത സ്ഥലം നോക്കിയിരുന്നതാ, പക്ഷെ ബസ് എടുത്തതും കറക്റ്റ് ഞങ്ങളുടെ നേരെയായി. ഇവിടെ ഒരാളെ ഏതോ പാട്ട് കേട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുക. പിന്നെ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നപ്പോഴേക്കും ദേ പറവൂർ സ്റ്റാൻഡ് എത്തി. കുട്ടികളുമായി പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് തിന്നാൻ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിലേ കരഞ്ഞലറി നമ്മളെ നാറ്റിക്കും. ആ അലറി കിട്ടിയ പ്രതിഫലവുമായാണ് ദേ ഇവിടെ ഒരുത്തിയുടെ മൽപ്പിടുത്തം. ആ സമയത്താണ് തികച്ചും യാദൃശികമായി ഞാൻ എൻ്റെ കസിനെ കാണുന്നത്. കുറച്ചു നേരം അവളായിട്ട് സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ അടുത്ത ബസ് കയറി. അപ്പോഴും വെയിലിന്റെ ശത്രുത മാറിയിട്ടില്ലട്ടാ, അത് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ദേ മുന്നില് പേപ്പൻ. കുട്ടിമാമ ഞാൻ നെട്ടിമാമ. ഇതായിരുന്നു ആ സമയത്ത് എൻ്റെ എക്സ്പ്രഷൻ. ഈ സൂര്യന്റെ ശത്രുത കണക്കിൽ വെക്കാം, പക്ഷെ ഈ ബസ്സുകാർക്ക് എന്തായിരുന്നു കുഴപ്പം? പിടിച്ചിരുന്നില്ലായിരുന്നെങ്കിലേ ഞങ്ങളെ പെറുക്കിയെടുക്കായിരുന്നു. അമ്മാതിരി സ്പീഡായിരുന്നു. ഈ ബസ്സിലേക്ക് പ്ലേലിസ്റ്റ് കേൾക്കാനേ നല്ല രസമാണ്. എനിക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ നൊസ്റ്റാൾജി അടിക്കും. ആക്ച്വലി എനിക്ക് 17 വയസ്സായിട്ടുള്ളൂ, പക്ഷെ എനിക്ക് നൊസ്റ്റു അടിക്കുന്നതേ ഈ 90s കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാ. 90s ഞാൻ ജനിച്ചിട്ട് കൂടിയില്ല. ഈ പാട്ട് കേട്ടിട്ടില്ലേ, വെണ്ണിലാ ചന്ദനക്കിണ്ണം? ആ പാട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെന്നും ഞാൻ അതൊക്കെ ഇപ്പം മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് എനിക്ക് തോന്നണേ. പക്ഷെ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. പിന്നെ എന്തിനായിരിക്കും ഈ നൊസ്റ്റു ഇടക്കിടക്ക് കയറി വരുന്നത്? അങ്കമാലി ആയിനേ എനിക്ക് മനസ്സിലാവണത് ഇവിടുത്തെ ബ്ലോക്കും പിന്നെ ദേ ഈ കമ്പിവേലി കാണുമ്പോഴാണ്. പിന്നെ അതെ ഈ ഒട്ടകത്തിനെ കാണുമ്പോൾ മനസ്സിലാവും ആ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ബസ് ഇറങ്ങി വളരെ സാഹസികമായി ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തു. വേറെ ഏതൊക്കെയോ വഴി കയറിപ്പോയപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത്. ചെറുതായിട്ട് വഴി തെറ്റി. വഴി കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഈ കൊച്ചെന്നെ ഏതോ പാർക്കിംഗ് ഏരിയയിലോട്ട് വിളിച്ചു. ഭൂമി ഇരുണ്ടതായോണ്ടേ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണും എന്നൊറ്റ വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങ് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് നടന്ന് വീടെത്തി. അപ്പം ശരിയെന്നാ.